ആരാ ദേവാ? പോലീസിൽ നിന്നാ. ഇത് ജയശ്രീ മേഡത്തിന്റെ വീടല്ലേ? അതെ, വാ അകത്തേക്ക് ഇരിക്കാം. വേണ്ട, ഞങ്ങൾക്ക് കുറച്ച് ധൃതിയുണ്ടേ. എന്താ കാര്യം? ഞങ്ങള് പോലീസ് ഡിപ്പാർട്ട്മെന്റിലെ കോൾഡ് കേസുകൾ അന്വേഷിക്കുന്ന ഒരു ടീമാണ്. പണ്ട് ജയശ്രീ മേഡം അന്വേഷിച്ചിരുന്ന ഒരു കേസിന്റെ പിന്നാലെയാണ് ഞങ്ങള്. അന്ന് മേഡം ഈ കേസിൽ വളരെ മുന്നോട്ട് പോയി എന്നാണ് ഞങ്ങൾക്ക് അറിയാൻ കഴിഞ്ഞത്. പക്ഷേ ആ കേസിന്റെ ഫയല് ഡിപ്പാർട്ട്മെന്റിൽ കാണുന്നില്ല. അത് പിന്നെ ഉണ്ടാവാൻ സാധ്യതയുള്ളത് ഇവിടെയാണ്. അതൊന്ന് എടുത്തു തന്ന വലിയ ഉപകാരമായിരുന്നു. ഇവിടെയോ? അതെ, ഇവിടെ തന്നെ. ഇവിടെ ഫയലൊന്നുമില്ലല്ലോ. ജയശ്രീ ജോലിയുടെ കാര്യത്തിലും വീട്ടിലെ കാര്യത്തിലും ഒരുപാട് ഉത്തരവാദിത്തത്തോടു കൂടി പെരുമാറിയിരുന്ന ഒരാളാണ്. ജോലിയുടെ കാര്യങ്ങളൊന്നും വീട്ടിലേക്ക് കൊണ്ടുവരുന്നത് ജയശ്രീക്ക് ഇഷ്ടമല്ലായിരുന്നു. ഇനി അഥവാ കൊണ്ടുവന്നിട്ടുണ്ടെങ്കിൽ തന്നെ അതൊന്നും ഇവിടെ ഉണ്ടാവില്ല. അവര് മരിച്ച ശേഷം ഈ വീട്ടിൽ ആ സ്ത്രീയുടേതായി ഉണ്ടായിരുന്നതെല്ലാം ഞങ്ങൾ തന്നെ തീട്ടി കത്തിച്ചു. എന്നാലും അറിയാതെ എന്തെങ്കിലും എവിടെയെങ്കിലും ഉണ്ടാവാൻ സാധ്യത ഉണ്ടെങ്കിൽ അതൊന്ന് നോക്കിയെടുത്ത് തന്നിരുന്നെങ്കിൽ വലിയ ഉപകാരമായിരുന്നേ. ഇതൊക്കെ എത്ര വർഷം മുമ്പ് നടന്ന കാര്യങ്ങളാ. അന്ന് എന്തെങ്കിലും ഇവിടെ മറന്നു വെച്ചിട്ടുണ്ടെങ്കിൽ ഞങ്ങളത് അറിയാതെ പോവോ? അറിയാതെ പോകും. നിങ്ങളൊന്ന് നോക്കണം. ഇനി നിങ്ങൾക്ക് ബുദ്ധിമുട്ടാണെങ്കിൽ ഞങ്ങൾ കയറി നോക്കാം. നിങ്ങൾ സഹകരിക്കാൻ തയ്യാറില്ലെങ്കിൽ ഞങ്ങൾക്ക് അങ്ങനെ ചെയ്തല്ലേ പറ്റൂ. നിങ്ങൾ പറഞ്ഞ ഫയലുകളൊന്നും ഇവിടെ ഇല്ലാത്തതുകൊണ്ടല്ലേ ഇല്ലാന്ന് പറയുന്നത്. അതെ, നിങ്ങളുടെ ഫയൽ ഇവിടെ ഒളിപ്പിച്ചു വെച്ചിട്ട് ഞങ്ങൾക്ക് എന്ത് കിട്ടാനാ? ഇവിടെ ഉണ്ടെങ്കിൽ ഞങ്ങൾ എപ്പോഴേ തന്നനെ. എന്താ അവിടെ പ്രശ്നം? ഒന്നുമില്ല. പോലീസിന് ഒന്ന് രണ്ട് വിവരങ്ങൾ തിരക്കാൻ വേണ്ടി വന്നതാ. ശരി ശരി ശരി, ഞങ്ങളെന്നാ പിന്നെ വരാം. ഇനി എപ്പോഴെങ്കിലും അങ്ങനെ ഒരു ഫയൽ കണ്ണിപ്പെട്ട അതൊന്ന് എടുത്തു വെച്ചേക്കണേ. ശരി, വാ. പപ്പ ഇപ്പൊ വരാട്ടോ. മോളെ, മോള് പഠിക്കായിരുന്നോ? പിന്നെ എന്തായിരുന്നു പരിപാടി അവിടെ? എന്ത് കഥ? ഒരു സ്റ്റോറി റൈറ്റിംഗ് കോമ്പറ്റീഷൻ ഉണ്ട്. അതിന്റെ കാര്യം മോള് പറയുന്നത്. എല്ലാ കുട്ടികളും എഴുതണം. ആഹാ, നല്ല കഥ എഴുതുമെന്നോ? ആഹാ, എഴുതിക്കോ. നല്ല സൂപ്പർ കഥ എഴുതിക്കോ. മോൾക്ക് എഴുതാൻ നല്ല താല്പര്യമുണ്ട്. എന്തിനാ കുട്ടിയേട്ടൻ വിളിച്ചേ? എന്തെങ്കിലും പ്രശ്നമുണ്ടോ? അത് വീട്ടില് രണ്ടുപേര് വന്ന് അമ്മ അന്വേഷണം നടത്തിയ സമയത്ത് കളക്ട് ചെയ്ത എവിഡൻസിന്റെ ഫയല് ചോദിച്ചോന്ന്. ഫയലോ? അതാരാ ചോദിച്ചെന്ന്? പോലീസുകാരാണെന്ന് അവര് പറഞ്ഞത്. പക്ഷേ കുട്ടേട്ടൻ പറയുന്നു അവര് പോലീസ് അല്ലെന്ന്. അങ്ങനെ ഒരു ഫയൽ അന്വേഷിച്ച് ആരെങ്കിലും വരണമെങ്കിൽ അത് പോലീസ് അല്ലെങ്കിൽ പിന്നെ മേനോന്റെ ആൾക്കാർ തന്നെ ആയിരിക്കണമല്ലോ. അതിനാണ് സാധ്യത. അപ്പോ അങ്ങനെ ഒരു ഫയൽ ഉണ്ടാവാൻ സാധ്യതയുണ്ടല്ലേ? സാധ്യതയുണ്ട്. പക്ഷേ വീട്ടിലുള്ളതായി എനിക്കറിയില്ല. എന്തായാലും കുട്ടേട്ടനോട് ഒന്നുകൂടെ നോക്കാൻ ഞാൻ പറഞ്ഞിട്ടുണ്ട്. അങ്ങനെ ഒരു ഫയൽ ഉണ്ടെങ്കിൽ അത് നമുക്ക് തന്നെ ആദ്യം കണ്ടെത്തണം. ആദ്യകാലത്ത് ആന്റി മേനോനെതിരെ കണ്ടെത്തിയ തെളിവുകൾക്കപ്പുറമൊന്നും നമുക്ക് പോലും പുതിയതായി ഒന്നും കണ്ടെത്താൻ കഴിഞ്ഞു എന്ന് വരില്ല. നമ്മള് മേനോന് തൊട്ടരികെ തന്നെ എത്തിയിട്ടുണ്ട് കിരൺ.
അതിന്റെ ടെൻഷനിലാവും അയാള് തെളിവുകൾ കണ്ടെത്തി നശിപ്പിക്കാൻ ശ്രമിക്കുന്നത്. നമുക്ക് നോക്കാം ഇതിൽ ആരാ ജയിക്കുന്നതെന്ന്. ആ ഫയല് നമുക്ക് കിട്ടിയാ പിന്നെ മേനോനകത്തായി എന്ന് ഉറപ്പിക്കാം. കങ്ങളെ തൊട്ടുവോ മൂടുമീ കാർമുകിൽ തോർന്നുവോ അന്നു നാം തീർത്തതാ ആശതൻ കൂട്ടിലെ ആർദ്രമാം നോവുകൾ മായുമോ കാലമിന്നെത്രയോ മാറിയെന്നാകിലും എൻ മനം